മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പ്രഭാത വിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്കായിട്ട് വലിയ ഒരു അത്ഭുതത്തിൻ്റെ ദിവസം ഒരുക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, ഓരോ പ്രഭാതവും ഒത്തിരിയേറെ കൃപകളോട് കൂടെ ദൈവം നമ്മളെ ഉണർത്തുകയാണ് പുതിയൊരു ലോകത്തിലേക്ക്, കർത്താവിൻ്റെ അത്ഭുതത്തിലേക്ക്. നമുക്ക് സന്തോഷത്തോടു കൂടെ ഈ ദിവസം ആരംഭിക്കാം. നമ്മുടെ ചുറ്റും ഈ പ്രകൃതി മുഴുവനും ദൈവത്തെ സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷികൾ, മൃഗങ്ങൾ, സസ്യങ്ങൾ, പുഷ്പങ്ങളെല്ലാം അവരുടേതായ ഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ സമയത്ത് നമ്മുടെ ഹൃദയത്തെ നമുക്ക് ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്താം. ഇന്ന് ദൈവം നൽകുന്ന ഈ ദിവസം ഏറ്റവും മനോഹരമായിട്ട് ചെലവഴിക്കുവാനായിട്ട്, ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമായി ഇന്നത്തെ ദിവസം മാറുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ഈ പ്രഭാത വിരുന്നിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഈ ലോകത്തെ മുഴുവനും കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിക്കാം. നമ്മെ ഓരോരുത്തരെയും കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ കൃപ നമ്മളെല്ലാവരിലും നിറയുവാൻ ഈ ദിവസം ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ആരംഭിക്കുന്ന ഈ യാത്രയിൽ പരിശുദ്ധ അമ്മ നമുക്ക് തുണയായിട്ടുണ്ടാകട്ടെ. അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് യാത്ര ആരംഭിക്കാം. പരിശുദ്ധ അമ്മ വഴി നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രഭാത വിരുന്നിൽ നമുക്ക് നിയോഗമായിട്ട് നമ്മൾ ഓരോരുത്തരുടെയും കുടുംബത്തെ സമർപ്പിക്കാം. കർത്താവിൻ്റെ കരുണ നമ്മുടെ കുടുംബത്തിൽ നിറയുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു പരിപാലന, ഒരു പരസ്പര ധാരണ, പരസ്പരം വളർത്തുന്ന ഒരു മനസ്സ്, മറ്റുള്ളവരെ മനസ്സിലാക്കുവാനുള്ളൊരു കഴിവ്, ഇതെല്ലാം ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ. കുടുംബത്തിൻ്റെ വിശുദ്ധി നമുക്ക് നിയോഗമായിട്ട് വെച്ചിട്ട് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സ്നേഹം നിറഞ്ഞവരെ, വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മോട് സംസാരിക്കുക ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം, നല്ല സമരിയക്കാരൻ്റെ ഉപമയാണ്. നമുക്ക് ശ്രദ്ധാപൂർവം ആ വചനത്തിലേക്ക് പ്രവേശിക്കാം. യേശു പറഞ്ഞു, ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു, അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി. അതുപോലെ ഒരു ലേവായനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടുവെങ്കിലും കടന്നുപോയി. എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവൻ്റെ മുറിവുകൾ വച്ച് കെട്ടി. തൻ്റെ കഴുതയുടെ പുറത്തു കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നുവെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവനെന്ന് അവർ മറുപടി പറഞ്ഞു. യേശു പറഞ്ഞു,
നീയും പോയി അതുപോലെ ചെയ്യുക. സ്നേഹം നിറഞ്ഞവരെ, നമുക്കറിയാം ഈ ഒരു ഉപമ ഈശോ പറയാനുള്ള സാഹചര്യം നിത്യജീവൻ അവകാശമാക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് കർത്താവ് പറയുന്ന മറുപടി, നീ ദൈവത്തെ സ്നേഹിക്കുക, നീ നിൻ്റെ സഹോദരനെ സ്നേഹിക്കുക. ഇവിടെ ആരാണ് എൻ്റെ സഹോദരൻ എന്നുള്ള ചോദ്യത്തിന് വിശദീകരണമായിട്ടാണ് ഈശോ ആ നല്ല സമരിയാക്കാരൻ്റെ ഉപമ പറയുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ഒരു ഉപമ അല്ലെങ്കിൽ ഈ ഒരു വചനം നമ്മോട് എന്താണ് സംസാരിക്കുന്നത്? നമുക്കതൊന്ന് ചിന്തിക്കാം. നമുക്കറിയാം, ഈ ഒരു ഉപമയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന കുറേ വ്യക്തികളുണ്ട് ഈ ഒരു ഉപമയിൽ. ആദ്യമായിട്ട് ഒരു കള്ളൻ ആ വഴിയാത്രക്കാരനായ ആ ഒരു മനുഷ്യനെ കള്ളൻ ആക്രമിക്കുക. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു കൂട്ടർ അത് ആ വഴിയിലൂടെ കടന്നു പോകുന്ന പുരോഹിതനും ലേവായനുമാണ്. മൂന്നാമത്തെ ഒരാൾ, അതാണ് ഈശോ കാണിച്ചു തരുന്ന നല്ല സമരിയാക്കാരൻ എന്ന വ്യക്തി. ഈ മൂന്ന് പേരെയും നമ്മൾ ഈ പ്രഭാതത്തിലൊന്ന് പരിശോധിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ മുഖച്ഛായ സത്യത്തിൽ ഈ മൂന്ന് കൂട്ടരിൽ ആരുടെ കൂടെയാണ്, ആരുടെ മുഖമാണ് ശരിക്കും എന്നിൽ പ്രതിഫലിക്കുക? നമുക്ക് ഈ കള്ളൻ്റെ ജീവിതത്തിലേക്ക് വരാം. അദ്ദേഹത്തിനൊരു പ്രത്യേകമായ ഒരു തത്വശാസ്ത്രമുണ്ട്. ആ ഒരു തത്വശാസ്ത്രമാണ് അയാളെ നയിക്കുക. ഈ ലോകത്തിലുള്ള എല്ലാവരെയും നയിക്കുന്നത് അവർ ചിന്തിച്ചു കൂട്ടുന്ന ചില തത്വങ്ങളാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ഉപമയിൽ കാണുന്ന ഈ കള്ളന് അവൻ്റേതായ ഒരു തത്വശാസ്ത്രമുണ്ട്. ആ തത്വശാസ്ത്രം ഇതാണ്: നിനക്ക് ഉള്ളതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ്. ഇതാണ് അയാൾ ചിന്തിച്ചു കൂട്ടുക. മറ്റൊരുവൻ്റെ കയ്യിലുള്ളത് പിടിച്ചു പറിക്കുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, അതെനിക്ക് അവകാശപ്പെട്ടതാണ്, ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യും. ഇതാണ് ആ വ്യക്തിയുടെ മനസ്സിനെ നയിക്കുന്ന ഒരു ചിന്താഗതി. അങ്ങനെ വരുമ്പോൾ മുന്നിൽ നിൽക്കുന്ന വ്യക്തി ആരാന്നോ, ഇങ്ങനെ ചെയ്യുന്നതിൽ ഇത് ന്യായമുണ്ടോ, ഇതൊന്നും അയാൾ ചിന്തിക്കുന്നില്ല. അയാളെ നയിക്കുന്നത് എനിക്ക് എൻ്റെ കാര്യം നോക്കാനുണ്ട്, അതുകൊണ്ട് നിനക്കുള്ളതെല്ലാം എനിക്ക് അവകാശപ്പെട്ടതാണ്, ഞാൻ പിടിച്ചു പറിച്ച് മേടിച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനോഭാവത്തിൽ ഈ ഒരു ചിന്ത അല്ലെങ്കിൽ ഈ ഒരു കള്ളൻ്റെ ആ ഒരു മുഖച്ഛായ നമ്മിലൊക്കെ പ്രതിഫലിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മുടെ കുടുംബജീവിതം എടുത്തു കഴിഞ്ഞാൽ മറ്റൊരാളുടെയും വേദന നമ്മൾ പരിഗണിക്കാതെ, മറ്റൊരാൾക്കും കൊടുക്കേണ്ട ആ ഒരു പരിഗണന നമ്മൾ നോക്കാതെ, എൻ്റെ സുഖം, എൻ്റെ സന്തോഷം, എൻ്റെ കാര്യം, ഇങ്ങനെ ഒരു മനോഭാവം നമ്മിൽ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തു കൂട്ടുന്നതിനൊന്നും നമുക്കൊരു കുറ്റബോധം ഉണ്ടാവില്ല. എനിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അങ്ങനൊരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കുകയാണെങ്കിൽ ആ ഒരു കുടുംബം അതൊരു നരകതുല്യമായ കുടുംബമാകും. എൻ്റെ സന്തോഷം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ, അതിനുവേണ്ടി നീ വേദനിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കും. ഈ ഒരു മനോഭാവം വന്നു കഴിയുമ്പോൾ പിന്നെ മറ്റൊരുത്തൻ്റെ വേദനയോ അവൻ്റെ ദുഃഖമോ എൻ്റെ പ്രവൃത്തി മൂലം അവനുണ്ടാകുന്ന മുറിവുകളോ ഇതൊന്നും പരിഗണിക്കാതെ വരുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ വരും. നമുക്ക് ഈ പ്രഭാതത്തിലൊന്ന് പരിശോധിച്ച് നോക്കാം. എൻ്റെ വാക്കുകളിൽ, എൻ്റെ പ്രവൃത്തികളിൽ, എൻ്റെ മനസ്സിൻ്റെ ചിന്തകളിൽ ഇങ്ങനെയൊരു ചിന്ത എനിക്കുണ്ടോ? എൻ്റെ സുഖം, എൻ്റെ സന്തോഷം, അതിനുവേണ്ടി ആര് സഹിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പരിശോധിച്ച് നോക്കാം അങ്ങനെ ഒരു അവസ്ഥയിലാണോ നമ്മളെന്ന്. ഇനി അടുത്ത ഒരു കൂട്ടരിലേക്ക് നമ്മൾ വരികയാണ്. ഈ അടുത്ത കൂട്ടർ അവർ ഈ ഉപമയിൽ കാണുന്ന പുരോഹിതനും ലേവായനുമാണ്. അവർ യാതൊരു ശല്യം ചെയ്യുന്നില്ല, ആരും ഉപദ്രവിക്കുന്നില്ല. അവർ കാണുന്നു ഒരു വ്യക്തി അവിടെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നു, മുറിവേറ്റ ആളാണ്. അവരുടെ സാമാന്യ ബുദ്ധിയിൽ അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചു ആരോ ആക്രമിച്ച് അവിടെ ഇട്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു അപകടം പറ്റിയിരിക്കുന്നതാണ്. ഇതെല്ലാം അവർ കാണുന്നുണ്ട്.
പക്ഷേ അവർ അത് ശ്രദ്ധിക്കാനായിട്ട് പോകുന്നില്ല. അവരവരുടെ വഴിയെ തിരിഞ്ഞു പോവുകയാണ്. ഇതിൻ്റെ പിന്നിലും ഒരു തത്വശാസ്ത്രത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അവരെ നയിക്കുന്ന ആ തത്വശാസ്ത്രം ഇതാണ്: എനിക്ക് എൻ്റെ കാര്യം, നിനക്ക് നിൻ്റെ കാര്യം, നീ നിൻ്റെ കാര്യം നോക്കിക്കൊള്ളുക, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കോളാം. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ അപകടം പിടിച്ചൊരു മനോഭാവമാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ പലപ്പോഴും നമ്മളെ നയിക്കുന്നത് ഈ ഒരു മനോഭാവമാണ്. ഞാൻ ആരെയും ശല്യപ്പെടുത്താൻ വരുന്നില്ല, എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആരെയും ശല്യപ്പെടുത്തണ്ട, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കൊണ്ട് ജീവിച്ചോളാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കൊണ്ട് ജീവിച്ചോളാം. പ്രത്യക്ഷത്തിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു മനോഭാവമായിട്ട് തോന്നും. പക്ഷെ അതിൻ്റെ പിന്നിൽ വലിയ അപകടം ഒളിച്ചിരിപ്പുണ്ട്. നമ്മളെ സ്വാർത്ഥതയിലേക്ക് അത് നയിക്കുകയാണ്. എനിക്ക് എൻ്റെ കാര്യം മാത്രം, ഞാൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ, എനിക്ക് എൻ്റെ കാര്യങ്ങൾ സൗകര്യങ്ങൾ നോക്കണം, അതേസമയത്ത് ഞാൻ ആരും ഉപദ്രവിക്കാൻ വരുന്നില്ല, പക്ഷെ നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തരുത്. ഒരുപക്ഷെ ലോകത്തിൻ്റെ മുൻപിൽ ഇത് വലിയ തെറ്റില്ലാത്തൊരു മനോഭാവമാവാം, അവൻ ആരെയും ശല്യപ്പെടുത്തുന്നില്ലല്ലോ. പക്ഷേ അവിടെ നിൽക്കരുത് എന്ന് തന്നെയാണ് ഈശോ ഈ ഉപമയിലൂടെ നമ്മോട് പറഞ്ഞു തരിക. നീ ലോകത്തായിരിക്കുന്നത് നിൻ്റെ സൗകര്യം നോക്കാൻ വേണ്ടി മാത്രമല്ല, നീ ലോകത്തായിരിക്കുന്നത് മറ്റുള്ളവരുടെ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാതെ ജീവിക്കാൻ വേണ്ടിയുമല്ല. ഇതാണ് ഈശോ ഉപമയിലൂടെ കാണിച്ചു തരിക. മുറിവേറ്റ ആ ഒരു വ്യക്തിയെ കണ്ടിട്ട് അയാളല്ല മുറിവേൽപ്പിച്ചത്, കാണാതെ പോയതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈശോ ഉപമയിലൂടെ പറയുകയാണ്, നിൻ്റെ ജീവിതത്തിലും ഇതേ മനോഭാവം നിന്നെ നയിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശോധിച്ച് നോക്കാം. നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ അടുത്ത് പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ്, ഏത് ഫിലോസഫിയാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുക? ഇനി വീണ്ടും നമ്മൾ മൂന്നാമത്തെ ആ ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ കാണിച്ചു തരുന്ന മാതൃക, അത് നല്ല സമരിയാക്കാരൻ്റെ ഉപമയാണ്. ആ നല്ല സമരിയാക്കാരൻ, അയാൾ ആ മുറിവേറ്റ വ്യക്തിയെ കാണുമ്പോൾ അയാളെ ആ ഒരു പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത്, അയാളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തത്വശാസ്ത്രമാണ്. അയാളെ നയിക്കുന്ന തത്വം ഇതാണ്: ഞാൻ എനിക്ക് വേണ്ടിയുള്ളവനല്ല, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. ഈ ഒരു മനോഭാവമാണ് ആ വ്യക്തിയെ നയിക്കുക. എനിക്കെന്തെല്ലാം ഉണ്ടോ അതെല്ലാം എൻ്റെ മുൻപിലുള്ള സഹോദരന് അവകാശപ്പെട്ടതാണ്, അവന് കൊടുക്കേണ്ടതാണ്, എനിക്ക് പിടിച്ചു വയ്ക്കാൻ എനിക്ക് അവകാശമില്ല. ഈ ഒരു മനോഭാവമാണ് പെട്ടെന്ന്, അയാളൊരു സമരിയാക്കാരനാണ്, മുറിവേറ്റ് കിടക്കുന്ന ഒരാൾ യഹൂദനാണ്, ഒരു നിർബന്ധവുമില്ല അയാളെ കണ്ട് ശുശ്രൂഷിക്കുവാനായിട്ട്. പക്ഷേ ഇയാളുടെ ആ തത്വം അയാളെ നയിക്കുകയാണ്. കിടക്കുന്ന ആരാന്നോ അത് എന്നെ കുറ്റപ്പെടുത്തുമെന്നോ ഒന്നും ചിന്തിക്കുന്നില്ല. അയാളെ നയിക്കുന്നത് എനിക്കുള്ളതെല്ലാം ആ വ്യക്തിക്ക് അവകാശപ്പെട്ടതാണ്, കൊടുക്കേണ്ടതാണ്. ഈ ഒരു മനോഭാവമാണ് പെട്ടെന്ന് ആളെ അങ്ങോട്ട് നയിക്കുക. അടുത്തു പോകുന്നു, ശുശ്രൂഷിക്കുന്നു, വച്ച് കിട്ടുന്നു, ഉന്നതനായ ആ സത്രക്കാരൻ്റെ അടുത്തുകൊണ്ട് കൊടുക്കുന്നു, അതും പോരാഞ്ഞിട്ട് തൻ്റെ അധ്വാനത്തിൻ്റെ ഫലം കൊടുക്കുന്നു. നോക്കിക്കേ, തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്കാണെന്നുള്ള ഒരു മനോഭാവമുള്ളവർക്ക് അവരെവിടെയായാലും അവിടെ സ്വർഗം സൃഷ്ടിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് പരിശോധിച്ച് നോക്കാം, ഈ മൂന്ന് മനോഭാവങ്ങളിൽ ഏതാണ് നമ്മളെ നയിക്കുക? ഒരു കള്ളൻ്റെ മനോഭാവത്തോടു കൂടെ മറ്റുള്ളവരുടെ സന്തോഷം, മറ്റുള്ളവർക്കുള്ള വസ്തുക്കൾ അത് പിടിച്ചു പറിക്കുന്ന ഒരു മനോഭാവം അത് നമുക്കുണ്ടോ? രണ്ടാമതായിട്ട്, ഞാൻ മറ്റാരെയും ശല്യപ്പെടുത്താൻ പോകുന്നില്ല, പക്ഷേ എന്നെ ആരും ശല്യപ്പെടുത്തരുത്, എനിക്ക് എൻ്റെ കാര്യം, നിനക്ക് നിൻ്റെ കാര്യം, ഈ ഒരു അവസ്ഥയിലാണോ നമ്മൾ നിൽക്കുക? അതോ ഈശോ മാതൃകയായിട്ട് കാണിച്ചു തരുന്ന ഈ നല്ല സമരിയാക്കാരനെ പോലെ മറ്റൊരുവൻ്റെ ആവശ്യം കണ്ട് പെട്ടെന്ന് അതിനോട് പ്രത്യുത്തരിക്കുവാനായിട്ട്, നമുക്കുള്ളതെല്ലാം കൊടുക്കുവാനായിട്ടുള്ള ഒരു മനോഭാവം, യേശു ആഗ്രഹിക്കുന്ന ആ ഒരു വളർച്ച നമുക്കുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മെ നയിക്കട്ടെ നല്ലൊരു സമരിയാക്കാരനായി മാറുവാനായിട്ട്. ഇന്ന് നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളുടെ മുൻപിൽ നല്ലൊരു സമരിയാക്കാരനായി മാറുവാനായിട്ട്. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയായിരിക്കും ആവശ്യം, ഒരുപക്ഷെ നമ്മുടെ സാന്നിധ്യമായിരിക്കും ആവശ്യം, ഒരുപക്ഷെ നമ്മുടെ സഹായമായിരിക്കും ആവശ്യം. എന്താണോ എൻ്റെ മുന്നിലുള്ള തമ്പുരാൻ കാണിച്ചിരുന്ന വ്യക്തിക്ക് ആവശ്യം, അത് കൊടുക്കുവാനായിട്ടുള്ളൊരു അഭിഷേകം ദൈവം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസിക്കുകയാണ്. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം.
പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങിന്ന് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുകയും അങ്ങയുടെ കൃപയെ യാചിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഒരു പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ്. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പ്രിയപ്പെട്ടവർ, നമുക്ക് സ്വർഗത്തിലുള്ള സകല വിശുദ്ധരുടെയും മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെയും പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധർ, നമ്മുടെ കാവൽ മാലാഖമാർ, സകല വിശുദ്ധർ എല്ലാവരും നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവായ ഈശോയെ, അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ യാചിക്കുമ്പോൾ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലുള്ള സകല വിശുദ്ധരോടും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങ് നൽകിയിട്ടുള്ള കാവൽ മാലാഖമാരോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പരിശുദ്ധ അമ്മയുടെ, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ സകല വിശുദ്ധരുടെയും കൃപ, മധ്യസ്ഥം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇന്നുണ്ടാകട്ടെ. ഈ സമയത്ത് അനേക ഇടങ്ങളിൽ മരിയൻ കൂടാരങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഓർക്കാം. നമ്മുടെ ഈ ഒരു ശുശ്രൂഷയുടെ വിജയത്തിനായിട്ട് അനേകം മരിയ കൂടാരങ്ങളിലിരുന്ന് ഇതേ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. അവരുടെ പ്രാർത്ഥന നമുക്ക് ശക്തി പകർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ മരിയ കൂടാരങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവെ ഞങ്ങൾ അങ്ങയുടെ പക്കലേക്ക് സമർപ്പിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ മേൽ കർത്താവെ ഞങ്ങളുടെ അനുഗ്രഹിക്കുന്ന കരം ഉയർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേദിയാകുന്ന ഗുഡ്നസ് TV സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ സമർപ്പിക്കുന്നു. തമ്പുരാൻ, ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന ഒത്തിരിയേറെ മക്കൾ, ഈ ഒരു വചനം അനേകം മക്കളിലേക്ക് എത്തുവാനായിട്ട് രാവുകൾ അധ്വാനിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ചിറകുമായി അലയാഴികൾക്കുമേൽ പറന്നു 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 പോയിടാ അടയാളങ്ങളായി ഇനി ലോകാതിർത്തികൾ കടന്നു 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 പാറിടാ. തിരുവചനത്തിൻ സാക്ഷികളാകാൻ ഉണർന്നെണീറ്റിടാം. ആത്മാവിൻ നവശക്തി ധരിക്കാൻ വചനം ധ്യാനിക്കാം. വചനത്തീ മഴ പെയ്യട്ടെ, ആത്മാവിൻ കനലെരിയട്ടെ. ആളിക്കത്തി തീക്കാറ്റായി ഒരു പുതുയുഗമായി മാറട്ടെ. ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം, ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം. മിന്നൽ ചിറകുമായി അലയാഴികൾക്കുമേൽ പറന്നു പറന്നു പറന്നു
അറിയുമ്പോൾ അറിയുന്നു നാഥ. എല്ലാം ഉപേക്ഷിക്കുന്നു, ഞങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു. ഒന്നു മാത്രം അനശ്വരമായി ദൈവസ്നേഹമെന്നും ആർക്കും അനുഭവമായി. നിൻ കൂടെ പോരുന്നിതാ ഞങ്ങൾ, നിൻ കൂടെ പോരുന്നിതാ, നിൻ കൂടെ പോരുന്നിതാ ഞങ്ങൾ, നിൻ കൂടെ പോരുന്നിതാ. ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം, ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം. അങ്ങേ സ്നേഹത്തിൻ ആഴം തേടുകിൽ എന്തോരത്ഭുതം. അങ്ങേ സ്നേഹത്തിൻ ആഴം തേടുകി എന്തോരത്ഭുതം. ക്രൂശുയാഗം മനതാരിൽ പകരുന്നു ജ്ഞാനം. അങ്ങേഹിതം പുൽകുന്നു ഞങ്ങൾ, അങ്ങേഹിതം പുൽകുന്നു. ദൈവസ്നേഹമെന്നുമെന്നും അനുഗ്രഹമായി സ്വർഗപാദമന്നിനായി തുറന്നതിനാൽ നിൻ കൂടെ പോരുന്നിതാ ഞങ്ങൾ, നിൻ കൂടെ പോരുന്നിതാ, നിൻ കൂടെ പോരുന്നിതാ ഞങ്ങൾ, നിൻ കൂടെ പോരുന്നിതാ. മിന്നൽ ചിറകുമായി അലയാഴികൾക്കുമേൽ പറന്നു 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 പോയിടാം. അടയാളങ്ങളായി ഇനി ലോകാതിർത്തികൾ കടന്നു 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 പാറിടാം. തിരുവചനത്തിൻ സാക്ഷികളാകാൻ ഉണർന്നെണീറ്റിടാം. ആത്മാവിൻ നവശക്തി ധരിക്കാൻ വചനം ധ്യാനിക്കാം. വചനത്തീ മഴ പെയ്യട്ടെ, ആത്മാവിൻ കനലെരിയട്ടെ. ആളിക്കത്തി തീക്കാറ്റായി ഒരു പുതുയുഗമായി മാറട്ടെ. ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം, ഒരു യുഗം ഇത് പുതുയുഗം, ഒരു യുഗം പുതുയുഗം. മിന്നൽ ചിറകുമായി അലയാഴികൾക്കുമേൽ പറന്നു 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 പോയിടാം. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് പരിശുദ്ധ കത്തോലിക്കാ സഭയോട് ചേർന്ന് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ മാർപ്പാപ്പയോടുകൂടെ, സകല മെത്രാന്മാരോടും കൂടെ, എല്ലാ വൈദികരോടും, അതുപോലെ തന്നെ പ്രേക്ഷിതരായ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരോടും കൂടെ, എല്ലാ ആത്മായ ശുശ്രൂഷയോടും കൂടെ നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, ഒരു സുപ്രഭാതം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഇന്നത്തെ ദിവസം അനുഗ്രഹം നിറഞ്ഞതാകട്ടെ. നമ്മുടെ പാദങ്ങൾക്ക് വിളക്കായിട്ട്, വഴിയിൽ പ്രകാശമായിട്ട് കർത്താവിൻ്റെ വചനം നമ്മളെ നയിക്കട്ടെ.